സുന്നത്ത് ജമാഅത്തിൻ്റെ നേതൃത്വത്തിലുള്ള 99% പള്ളികളിലും ഹദ്ദാദ് റാത്തിബ് പതിവുണ്ട്. ഇവിടെ എന്താണ് ഈ റാത്തിബ്? അതുകൊണ്ട് എന്താ നേട്ടം? നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ റാത്തിബിൻ്റെ 61ാമത്തെ വാർഷികം ആണ് ഇത്. വാർഷികം വിപുലമായി 6 ദിവസത്തെ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തും. അതിൽ മിച്ചം വരുന്ന ക്യാഷ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഈ റാത്തിബ് ഇങ്ങനെ നടത്തുന്നത് എന്തിന്? എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? റാത്തിബിൽ പങ്കെടുക്കുന്നവർ തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. റാത്തിബുകളുടെ കൂട്ടത്തിൽ ലോകത്ത് അഹ്ലുസുന്ന വൽ ജമാഅ അവരുടെ 99% ആളുകളും എന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന റാത്തിബാണ് ഹദ്ദാദ് റാത്തിബ്. മുഹീദ്ദീൻ റാത്തിബ് അങ്ങനെ എല്ലാവർക്കും അറിയില്ല. റിഫാഴി റാത്തിബും അങ്ങനെ എല്ലാവർക്കും അറിയില്ല. ഹദ്ദാദ് റാത്തിബ് അറിയാത്തവരുണ്ടോന്ന് അറിയില്ല. എല്ലാവർക്കും അറിയുന്ന റാത്തിബാണ് ഹദ്ദാദ് റാത്തിബ്. ഹദ്ദാദ് റാത്തിബ് പതിവായി നിർവഹിച്ചാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടം, അവൻ ഈ ദുനിയാവിൽ നിന്ന് മരിക്കുമ്പോൾ തീർത്തും അവൻ മുഅ്മിനായിട്ടേ മരിക്കും. വുഫിഖ ലഹു ബിഹുസ്നിൽ ഖാതിമ, അവസാനം അന്ത്യം നന്നായി മരിക്കും. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, നിങ്ങളിവിടെ ശ്രദ്ധിക്കണം. അവിടെ എന്തെങ്കിലും നടക്കട്ടെ, ഇവിടെ ശ്രദ്ധിക്കണം. 1.5 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കൂടി ചെയ്തില്ലെങ്കിൽ പിന്നെ ഇതിന്റെ നഷ്ടം പിന്നെ എത്ര? വളരെ കൃത്യമാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിൽ ഒരാളാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ സഅദ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്നൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മക്ക ഇലൽ മദീന. ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു. ഹിജ്റയ്ക്ക് വേണ്ടിയുള്ള യാത്രയല്ല. കാരണം ഹിജ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഒറ്റക്ക് സ്വകാര്യമായിട്ടാണ് പോയത്. അല്ലാത്തൊരു സമയത്ത് ഞങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അസ്വറ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ, മക്കയുടെയും മദീനയുടെയും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണത്. അവിടെ എത്തിയപ്പോൾ നസല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനത്തിൽ നിന്നിറങ്ങി. ആ വാഹനത്തിൽ നിന്നിറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. നീണ്ട ദുആ ചെയ്തു. എത്ര സമയമാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത്? കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന മുത്തുനബി ഫഖറ സാജിദാ, അവിടുന്ന് സുജൂദിലായിട്ട് വീഴുകയാ. കുറേ സമയം തങ്ങൾ സുജൂദിൽ കിടന്നു. ഫഖാമാ, തങ്ങൾ പിന്നെയും എഴുന്നേറ്റു. ഫദഅ റബ്ബഹു, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് നീണ്ട പ്രാർത്ഥന നടത്തി. ഫഖറ സാജിദാ, കുറേ സമയത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും മുത്തുനബി സുജൂദിലേക്ക് വീഴുന്നു. നീണ്ട സുജൂദ് ചെയ്യുന്നു.
വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ഫദഅ റബ്ബഹു, വീണ്ടും തങ്ങൾ ദുആ ചെയ്യുകയാണ്. കുറെ നീണ്ട പ്രാർത്ഥനകൾക്കു ശേഷം ഫഖറ സാജിദ, മൂന്നാമതും തങ്ങൾ സുജൂദിലേക്ക് വീഴുകയാണ്. ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നി ദഅഉതു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് ദുആ ചെയ്തു. വസഅൽതു ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു. എൻ്റെ ഉമ്മത്തിനൊന്ന് സ്വർഗത്തിലെത്തിക്കാൻ, എൻ്റെ ഉമ്മത്തിനെ മുഴുവനും സ്വർഗത്തിലെത്തിക്കണം. എൻ്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ മുഴുവനും എനിക്ക് ശഫാഅത്ത് നൽകണം. ഒരാള് പോലും നരകത്തിലുണ്ടാവരുത്, ഒരാള് പോലും പരാജയപ്പെട്ടു പോകരുത്. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഉമ്മത്തിൽ നിന്ന് മൂന്നിലൊരു ഭാഗത്തെ എനിക്ക് നൽകി. അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന് മൂന്നിലൊരു ഭാഗം നിങ്ങൾക്ക് സ്വർഗത്തിലെത്തിക്കാൻ, അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ഞാൻ തങ്ങൾക്ക് സമ്മതം തന്നു. അപ്പോൾ ഫഖറർതു സാജിദൻ ശുക്രൻ ലി റബ്ബി, എൻ്റെ റബ്ബിന് ശുക്റായിട്ട് സുജൂദിൽ വീണതാ. അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന് നന്ദിയായി ഞാൻ സുജൂദിൽ വീണു. വീണ്ടും ഞാൻ റബ്ബിനോട് ദുആ ചെയ്തു. വീണ്ടും എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ചോദിച്ചു. എൻ്റെ ഉമ്മത്തിൽ നിന്ന് ബാക്കിയുള്ളവരെയും കൂടി ഒന്ന് രക്ഷപ്പെടുത്താൻ, അവരെയും കൂടി ഒന്ന് സ്വർഗത്തിലെത്തിക്കാൻ എൻ്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചപ്പോൾ ചിട്ടം വരുന്ന മൂന്നൊരു ഭാഗത്തെയും അല്ലാഹു എനിക്ക് തന്നു. അവരെയും രക്ഷപ്പെടുത്താൻ, അവരെയും ശഫാഅത്ത് കൊണ്ട് സ്വർഗത്തിൽ കടത്താൻ അല്ലാഹു എനിക്ക് നൽകിയപ്പോൾ ഫഖറർതു സാജിദൻ, രണ്ടാമതും ഞാൻ ശുക്റിന് സുജൂദ് ചെയ്തു. വീണ്ടും ഞാൻ എഴുന്നേറ്റ് അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഇല്ല റബ്ബേ, എൻ്റെ ഉമ്മത്തിൽ ഒരാൾ പോലും നരകത്തിൽ കിടക്കരുത്, ഒരാൾ പോലും പരാജയപ്പെടരുത്, ഒരാൾ പോലും നിന്റെ നരകാഗ്നിക്ക് അർഹനാവരുത്. ഞാൻ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വീണ്ടും ചോദിച്ചപ്പോ അവസാനത്തെ സുലുസും റബ്ബനിക്കു നൽകി. എൻ്റെ ഉമ്മത്ത് നരകത്തിൽ ഇല്ല, എന്റെ ഉമ്മത്ത് സ്വർഗത്തിൽ, മുഴുവൻ ഉമ്മത്തിനെയും സ്വർഗത്തിലെത്തിക്കുന്നതാ. ഇവിടെ നാം മനസ്സിലാക്കണം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പടച്ച റബ്ബ് നൽകിയതാണ്. അതിനു വേണ്ടി ശുക്രിന്റെ സുജൂദ് ചെയ്തതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരാണ് ഈ മുത്തുനബിന്റെ ഉമ്മത്തെന്നറിയുമോ? ആരാണ് മുത്തുനബിയുടെ ഉമ്മത്തെന്നറിയുമോ? അല്ലാഹ് മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്നവരാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന അചഞ്ചലമായ വിശ്വാസത്തോടെ ഈമാനോടെ മരിക്കുന്നവരാണ്. ഈമാനോടെ മരിച്ചാൽ അവരെ മുഴുവനും മുത്തുനബി ഏൽക്കുന്നതാണ്, മുത്തുനബി ശഫാഅത്ത് ചെയ്യുന്നതാണ്, മുത്തുനബി രക്ഷപ്പെടുത്തുന്നതാണ്. അതിന് വേണ്ടത് മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായി ഈമാനോടെ മരിക്കലാ. ഈമാനോട് കൂടിയാണ് നീ മരിച്ചതെന്നുറപ്പുണ്ടെങ്കിൽ, ഈമാനോട് കൂടിയാണ് നീ മരിക്കുക എന്നുറപ്പുണ്ടെങ്കിൽ, മോനെ മരിച്ചാൽ നട്ടം പിന്നെ എന്താ? ഇവിടെയുള്ള വീടിനേക്കാൾ നല്ല വീട് കിട്ടുമല്ലോ, ഇവിടെയുള്ള ഭാര്യയേക്കാൾ നല്ല ഭാര്യയെ കിട്ടുമല്ലോ, ഇവിടെയുള്ള സുഖജീവിതത്തെക്കാൾ നല്ല സുഖജീവിതമാണല്ലോ. മരിച്ചാൽ ഈമാനോട് കൂടിയാണ് മരിക്കുന്നതെന്നുറപ്പുണ്ടെങ്കിൽ ഒരു മനുഷ്യന് വല്ല പേടിയുമുണ്ടോ? അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായി മരിക്കണം. തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ.
അമ്പിയാക്കൾ ദുആ ചെയ്തത് അങ്ങനെയാണ്. പൂർവകാല സാലിഹീങ്ങളൊക്കെ ദുആ ചെയ്തത് അങ്ങനെയാണ്. അമ്പിയാക്കൾ പോലും ഉമ്മത്തിന് പഠിപ്പിച്ച ദുആ അങ്ങനെയാണ്. മുസ്ലിമായി മരിപ്പിക്കണം, ഈമാനോടെ മരിപ്പിക്കണം, ആഖിബത്ത് നന്നായി മരിപ്പിക്കണം. അതിന് ആഖിബത്ത് നന്നായി മരിക്കുമെന്ന് ഉറപ്പ് കിട്ടാൻ ഒരു ഒറ്റമൂലിയാണ് പതിവായി ഇശാ നിസ്കാരത്തിന് ശേഷം ഹദ്ദാദ് റാത്തിബ് മുടക്കലില്ല, നഷ്ടപ്പെടാറില്ല, ഒഴിഞ്ഞു പോകാറില്ല. അവൻ ഏത് സമയത്ത് എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടുകൂടി മരിക്കുമെന്നുറപ്പാണ്. റാത്തിബിന്റെ പ്രത്യേകതയാണത്. ഇതുകൊണ്ടാ ലോകത്ത് എമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ ഈ ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്നത്. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത മഹാനാണ് മഹാനായ സയ്യിദ് അബ്ദുല്ലാഹി ഇബ്നു അലവിൽ ഹദ്ദാദ്. അവിടുത്തെ ബഹുമാനം പറയുകയാണെങ്കിൽ ഇന്നത് പറയാനേ സമയമുണ്ടാകൂ. ആ വലിയ മഹാൻ അവിടുന്ന് ഹദീസുകൾ തെരഞ്ഞെടുത്തതാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുത്തതെന്നറിയുമോ? ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുല്ലാഹി ഇബ്നു അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഖദറിന്റെ രാത്രിയിൽ ഇറങ്ങി വരുന്ന മലക്കുകൾ വട്ടമിട്ട് ചൊല്ലുന്നത് പകർത്തിയതാ. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ മലക്കുകൾ ഇറങ്ങി വരും. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം. ഏത് മലക്കുകളാണ് ഖദറിന്റെ രാത്രിയിൽ ഇറങ്ങി വരുന്നത്? എത്ര ടീമുകളായിട്ടാണ് ഇറങ്ങി വരുന്നത്? ആ മലക്കുകൾ ഇശാ നിസ്കാരത്തിന് ശേഷം വട്ടമിട്ട് ഇരുന്ന് ചൊല്ലുന്നത് പകർത്തി എഴുതിയതാണ് മഹാനായ സയ്യിദ് അബ്ദുല്ലാഹി ഇബ്നു അലവിൽ ഹദ്ദാദ്. മക്കളെ, ഞാൻ ഓർത്തു, നമ്മിൽപ്പെട്ട പല ആളുകൾക്കും ഹദ്ദാദ് റാത്തിബ് അവിടെ ഓതുന്നത് കാണുമ്പോൾ വളരെ അലംഭാവത്തോടുകൂടി ഇറങ്ങിപ്പോകുന്നവരാണ്. വളരെ കൃത്യമായി പൂർണ്ണമായി സമാധാനത്തോടുകൂടി ഹദ്ദാദ് റാത്തിബ് ചൊല്ലാൻ 20 മിനിറ്റ് സമയമാണ്. ആ 20 മിനിറ്റ് സമയം മുത്തുമുഅ്മിനീങ്ങളൊക്കെ വട്ടട്ടി ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ നിസ്കാരത്തിന് സലാം വീട്ടിയാൽ ഇരിക്കുന്ന അതേ രൂപത്തിൽ ഇരുന്നു കൊണ്ട്, അതോടെ ചിട്ടയോടെ 20 മിനിറ്റ് ഇരുന്നാൽ മോനെ, നിന്റെ കാലാകാലത്തെ ജീവിത സൗഖ്യത്തിന് അള്ളാഹുവിന്റെ റസൂല് നിന്നെ ഒന്ന് ഏറ്റെടുക്കുന്നതിന്, നീ ദുനിയാവിൽ ചെയ്തിട്ടുള്ള അമലുകളൊക്കെ ഒന്ന് കബൂലാകുന്നതിന്, അതിന് മുഴുവനും പ്രതിഫലം കിട്ടുന്നതിന്, സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കടിമപ്പെട്ട് ജീവിതത്തിൽ ദുർബല നിമിഷത്തിൽ ചെയ്തു പോയ പാപങ്ങളൊക്കെ ഒന്ന് പൊറുത്ത് കിട്ടുന്നതിനാ ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് പടച്ച റബ്ബ് പാപം പൊറുക്കുന്നത് ഈമാനോടെ മരിച്ചവർക്ക് മാത്രമാ. ഈ ദുനിയാവിൽ എത്ര അമല് ചെയ്താലും പടച്ച റബ്ബ് പ്രതിഫലം കൊടുക്കുന്നത് മരിക്കുമ്പോ ഈമാനോടെ മരിച്ചവർക്ക് മാത്രമാ. കോടിക്കണക്കിന് ധർമ്മം ചെയ്തിട്ട് എന്തു കാര്യം? കോടിക്കണക്കിന് ധർമ്മം കൊടുത്തിട്ട് എന്തു കാര്യം? ആയിരക്കണക്കിന് ആളുകൾ മയ്യത്ത് നിസ്കരിച്ചിട്ട് എന്തു കാര്യം? ജീവിതത്തിലുടനീളം നിസ്കാരങ്ങളും മറ്റു ഇബാദത്തുകളും നിർവഹിച്ചിട്ട് എന്തു കാര്യം? മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിച്ചിട്ടില്ലെങ്കിൽ ഒന്നിനും പ്രതിഫലമില്ല. ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ പണ്ഡിതർക്കിടയിൽ തർക്കമില്ല.
ഒരു മനുഷ്യൻ താൻ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ, ആ മരിച്ചവന് വേണ്ടി മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പ്രതിഫലം കിട്ടാൻ, മയ്യത്ത് നിസ്കരിച്ചതിന്റെ കൂലി കിട്ടാൻ, ധർമ്മം കൊടുത്തതിന്റെ കൂലി കിട്ടാൻ, എന്തെങ്കിലും ഒരു ഗുണം മരിച്ചതിന് ശേഷം ഒരു മനുഷ്യന് കിട്ടണമെങ്കിൽ മരിക്കുമ്പോ ആഖിബത്ത് നന്നായി മരിക്കണേ. അതിനുള്ള മരുന്നാണ് കൃത്യമായി ഹദ്ദാദ് റാത്തിബ് ചൊല്ലുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ഓർത്തു പോവുകയാ, ലോകത്തിന്റെ നാനാഭാഗത്ത് മുസ്ലിം ഉമ്മത്ത് നിരന്തരമായിട്ട് പീഡനങ്ങൾ അനുഭവിക്കുമ്പോ ജീവുള്ള മനുഷ്യന്മാരതാ കുഴിയെടുത്തിട്ട് പച്ചക്ക് കുടിച്ചു മൂടുമ്പോ, മനുഷ്യനെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലും പോലെ തല്ലിക്കൊല്ലുമ്പോ, അതാ ജീവുള്ള മനുഷ്യന് 60, 60, 70, 80 വയസ്സ് പ്രായമുള്ള ആളുകളെ വരെ പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊടുക്കുമ്പോ, ഏതൊക്കെ രൂപത്തിലാണ് ലോകത്ത് മുസ്ലിം ഉമ്മത്ത് പീഡിപ്പിക്കപ്പെടുന്നത്, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. ഈ സംഭവങ്ങളൊക്കെ ലോകത്ത് അരങ്ങേറുന്ന സമയത്ത് നമ്മുടെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് പാവപ്പെട്ട മുഅ്മിൻ പറയുന്നത് എന്താണ്? അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ സ്വറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ മാത്രമല്ല, സിറിയയിലെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ലോകത്തെവിടെയൊക്കെ മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു, ധംസിക്കപ്പെടുന്നു. അല്ലാഹുവർക്കുള്ള പ്രശ്നങ്ങളൊക്കെ നീ ഒന്ന് പരിഹരിച്ചു കൊടുക്കണം. ആരെല്ലാം മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു, അവരെ കരങ്ങളിൽ നിന്ന് നീ തിരിച്ചു കളയണേ എന്ന് ഈ പള്ളികൾ പാവപ്പെട്ട മുഅ്മിനീങ്ങളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥനയിലൊന്ന് പങ്കെടുക്കാത്തവൻ, അതിനോട് താല്പര്യം പ്രകടിപ്പിക്കാത്തവൻ, എനിക്ക് ആ പ്രാർത്ഥനയിൽ എന്തെന്ന് ചിന്തിക്കുന്നവൻ, അവൻ ഈ ഉമ്മത്തിനോട് സ്നേഹമുള്ളവനാണോ? എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട്, മുസ്ലിം സഹോദരന്മാരോട്, സഹോദരിമാരോട്, മല്ലം യഹ്തമ്മ ബിൽ ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിന്നാ. ലോകത്തെവിടെയെങ്കിലും ഒരു മുസ്ലിം പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഒരു മുസ്ലിമിന്റെ അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ, ഒരു മുസ്ലിം പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതൊരു പ്രശ്നമായിട്ട് കാണാത്തവൻ, അത് പ്രയാസമായി കാണാത്തവൻ, അതിന്റെ പേരിൽ ടെൻഷൻ ഇല്ലാത്തവൻ, അതിന്റെ പേരിൽ ദുഃഖമില്ലാത്തവൻ, അവൻ നമ്മിൽ പെട്ടവനല്ല. മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, മുത്തുമുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ പ്രശ്നം നമുക്ക് മൊത്തം പ്രശ്നമാണ്, മുസ്ലിമീങ്ങളെ പ്രശ്നം നമുക്ക് മൊത്തം പ്രശ്നമാണ്. അതൊന്നും ഒരു പ്രശ്നമായി കാണാത്തവൻ, നമുക്കതിൽ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവൻ, നാം അതിനെന്തിന് ദുഃഖിക്കണമെന്ന് ആലോചിക്കുന്നവൻ, അവൻ കൃത്യമായിട്ട് ഒരു മുസ്ലിമല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവഗണിക്കാൻ പറ്റിയ റാത്തീബല്ല.